നിങ്ങളിപ്പോൾ ദൂരെ ഒരു നഗരത്തിലോ അല്ലെങ്കിൽ രാജ്യത്തോ ആണോ താമസിക്കുന്നത്? നാട്ടിലുള്ള പ്രായമായ അച്ഛനമ്മമാരെ ഓർത്ത് എപ്പോഴും ഒരു ടെൻഷൻ മനസ്സിലുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിന് ഒരു കിടിലൻ പരിഹാരത്തെപ്പറ്റിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു വെറും ചോദ്യമല്ല കേട്ടോ. ജോലിക്കും ജീവിതത്തിനും വേണ്ടി ദൂരെ കഴിയുന്ന ഒരുപാട് മക്കളുടെ നെഞ്ചിൽ ഒരു വിങ്ങലാണ് ഈ ചോദ്യം. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന നമ്മളിൽ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത്. ഇതിനെ പരിചരണത്തിലെ വിടവ് എന്ന് പറയാം. അതായത് അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ആവശ്യമുണ്ടാവുമോ, മരുന്നൊക്കെ നേരം തെറ്റാതെ കഴിക്കുന്നുണ്ടാവുമോ, ഡോക്ടറെ കാണാൻ പോകുമ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ടെൻഷൻ അതെപ്പോഴും കൂടെയുണ്ടാവും. എന്നാൽ ഈ ഒരു വലിയ പ്രശ്നത്തിന് തിരുവനന്തപുരത്തുള്ള ഒരു ലോക്കൽ ഫാർമസി ഒരു അടിപൊളി പരിഹാരവുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും കാണുന്നൊരു ഫാർമസിയില്ലേ, അതിൻ്റെ റോള് തന്നെ അവർ മൊത്തത്തിൽ മാറ്റിമറിക്കുകയാണ്. ഈ ഒരു വാചകം മതി അവിടെ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇതൊരു വെറും പരസ്യം അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ മാത്രമല്ല കേട്ടോ. ഇത് അവര് തരുന്നൊരു ഉറപ്പാണ്. നിങ്ങളുടെ കണ്ണും കാതും സഹായഹസ്തങ്ങളുമായിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടാവുമെന്നൊരു വാക്ക്. അപ്പോ എന്താണിത് സംഭവം? ഇവിടെ ഫാർമസിയിലുള്ള ആള് വെറുതെ മരുന്നെടുത്തരുന്ന ഒരാളല്ല. അവരൊരു ഹെൽത്ത് ആൻഡ് വെൽനസ് കോർഡിനേറ്ററായിട്ട് മാറുകയാണ്. സിംപിളായി പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ. ഈ സർവീസ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ്. അതായത് നമ്മുടെ ആവശ്യത്തിനും ബഡ്ജറ്റിനുമനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന 3 തരം സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം അല്ലേ. 3 പ്ലാനുകളാണുള്ളത്. ഒന്നാമത്തത് എസൻഷ്യൽ കെയർ. ഇതിലെ ബേസിക് കാര്യങ്ങൾ, അതായത് മരുന്ന് വീട്ടിലെത്തിച്ചു തരും, പിന്നെ ഇടയ്ക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുത്ത പ്ലാനുണ്ട്, പ്രോ ആക്റ്റീവ് ഗാർഡിയൻ. ഇവിടെയാണ് ഒരു പേഴ്സണൽ കോർഡിനേറ്റർ വരുന്നത്. ഈ കോർഡിനേറ്റർ ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുക്കാനും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകൾ അയക്കാനുമൊക്കെ സഹായിക്കും. ഇനി ഏറ്റവും ടോപ്പ് ലെവലിൽ പ്രീമിയം ഫാമിലി പ്ലാനുണ്ട്. ഇതിലാണ് ശരിക്കും ആ പേഴ്സണൽ ടച്ച് വരുന്നത്. കോർഡിനേറ്റർ നേരിട്ട് വീട്ടിൽ പോയി അച്ഛനമ്മമാരെ കാണും, നിങ്ങളോട് വീഡിയോ കോളിൽ വിളിച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഇതിലും പേഴ്സണലായിട്ടൊരു കെയർ കിട്ടാനില്ല. അപ്പോൾ കണ്ടില്ലേ, ഇത് ശരിക്കും ഒരു പടിപടിയായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ബേസിക് കാര്യങ്ങൾ ചെയ്യുന്ന എസൻഷ്യൽ പ്ലാൻ, അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന പ്രോ ആക്റ്റീവ്, ഏറ്റവും മുകളിൽ പേഴ്സണലായിട്ടുള്ള കെയർ കൊടുക്കുന്ന പ്രീമിയം. സിമ്പിൾ. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു മരുന്ന് കൊടുക്കൽ വാങ്ങൽ ഇടപാട് മാത്രമില്ല. അതിനപ്പുറം ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുകയാണ്. ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് ഒരു റിലേഷൻഷിപ്പിലേക്കുള്ള മാറ്റം. അപ്പോൾ ആ വ്യത്യാസം നമുക്കൊന്നുകൂടി നോക്കാം. ഒരു സാധാരണ ഫാർമസിയിൽ എന്താ നടക്കുന്നത്? ഒരിടപാട്. നമ്മൾ പൈസ കൊടുക്കുന്നു, മരുന്ന് വാങ്ങുന്നു, തീർന്നു. പക്ഷേ ഈ കോർഡിനേറ്റർ മോഡലിലോ, അവിടെ ഒരു ബന്ധമാണുണ്ടാകുന്നത്. ഒന്ന് വെറും മരുന്ന് കൊടുക്കുമ്പോൾ മറ്റേത് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ആരോഗ്യം മൊത്തത്തിൽ നോക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ എന്ന റോളിൽ നിന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലോക്കൽ പാർട്ട്ണറായിട്ട് അവർ മാറുകയാണ്. അപ്പോൾ ദൂരെയിരിക്കുന്ന നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? ഒന്നാമത്തെയും ഏറ്റവും വലുതുമായ കാര്യം മനസ്സമാധാനം തന്നെ. നാട്ടിൽ എൻ്റെ അച്ഛനമ്മമാരെ നോക്കാൻ വിശ്വസിക്കാവുന്ന ഒരാളുണ്ട് എന്നൊരു ധൈര്യം. പിന്നെ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് വരാതെ നോക്കുന്നത്? ആ ഒരു പ്രോ ആക്റ്റീവ് കെയർ കിട്ടും. എന്ത് അത്യാവശ്യം വന്നാലും വിളിക്കാനൊരാളുണ്ടാവും. അച്ഛനമ്മമാരുടെ ഹെൽത്തിനെപ്പറ്റി കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഇതിലും വലിയൊരു ആശ്വാസം വേറെ കിട്ടാനില്ല അല്ലേ? അപ്പോൾ ഈ ഒരൊറ്റ ഐഡിയ ദൂരെ ഇരുന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെയൊക്കെ ഭാവി എന്തായിരിക്കും എന്നതിൻ്റെ ഒരു ചെറിയൊരു സൂചനയാണത്. ഒന്നാലോചിച്ച് നോക്കിക്കേ, ഈ ഒരു മോഡൽ കാരണം ആ നാട്ടിലെ ഒരു സാധാരണ ഫാർമസി അവിടുത്തെ പ്രായമായവർക്കെല്ലാം ആശ്രയിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ്. ഒരു ഹബ്ബ് പോലെ. ഇത് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങേണ്ട കാര്യമല്ല, എവിടെ വേണമെങ്കിലും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐഡിയയാണത്. അപ്പോൾ അവസാനം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഫാമിലി കെയറിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സബ്സ്ക്രിപ്ഷൻ മോഡലുകൾ നാളത്തെ ഒരു നോർമൽ കാര്യമായി മാറുമോ? നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും നല്ല കെയർ കിട്ടുന്നുണ്ടെന്നോ ഉറപ്പാക്കാൻ ഈ ഒരു വഴിക്ക് സാധിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?